എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതക പാരായണ മാസാചരണത്തിൽ ഇന്ന് 36 മുതൽ 40 വരെയുള്ള ഖണ്ഡങ്ങളാണ് നാം വായിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചതുപോലെ പുതിയ ഒരു കാര്യമാണ് ഗുരുസ്വാമികൾ ഇവിടെ പറയുന്നത്. ശ്രദ്ധയോടെ കാണുകയും ശ്രവിക്കുകയും ചെയ്താൽ 36 ഖണ്ഡം എന്താ പറയുന്നത്? അറിവിനു ശക്തി അനന്തമുണ്ടിതെല്ലാം അറുതിയിടാം സമയന്യെന്നിവണ്ണം ഇരുപിരിവായുതൽ അന്യ സാമ്യമാർന്നു ഉള്ളുരുവിലമർന്നു തെളിഞ്ഞു നിന്നിടേണം. വിഷമതയാർന്നു മെഴുമന്യ വെന്നുകൊള്ളുവാൻ വിഷമമഖണ്ഡ വിവേകശക്തി എന്നെ വിഷമയേവെന്നതിനാൽ വിവേകമാകും വിഷയ വിരോധിനിയോർത്തിടണം. ഈ സമയം അന്യയും നമ്മെ വ്യത്യസ്തങ്ങളായിടത്തേക്കാണ് കൊണ്ടുപോവുക. എന്നിട്ട് സമയമാണ് നമ്മുടെ സത്യത്തെ പ്രകാശിപ്പിക്കുവാനുള്ള അന്തരമായിരിക്കുന്ന ബോധം. അതുകൊണ്ട് പലവിധമായി അറിയുന്നത് അന്യൊന്നായി വിലസുവതാം സമയെന്നു മേലിലോതും നിലയറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നു ഇരുന്നിടേണം. കലയിലലിഞ്ഞ് കലർന്ന് ഇരുന്നിടേണം. സമയം പലയായി വന്ന് നമ്മളെ പിടികൂടും. അതിലിവിടെ പ്രധാനപ്പെട്ട അന്യൊന്നായി വിലസുതാം. അന്യൊന്നായിട്ട് വിലസും. സമയാകട്ടെ അന്യെ കീഴ്പ്പെടുത്താനുള്ള കെൽപ്പുള്ളയാളാണ്. അതുകൊണ്ട് അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമാകും. ഈ രണ്ടെണ്ണത്തിൽ സമവിശേഷപ്പെട്ടതാണ്. വിരതി വരാ വിഷമാ വിശേഷമൊന്നിത്തരം ഇവ 2 തരത്തിലായിടുന്നു. സമയം അന്യം എന്ന 2 തരത്തിലുള്ളതിൽ അന്തര പുഷ്ടപ്പെടുത്തി പരിപോഷിപ്പിക്കേണ്ടാത്ത സമയാകുന്നു എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞിരിക്കുന്നു. 40 പറയുന്നു, സമയിലും അന്യയിലും സദാ വിവന്നിങ്ങമരുവതുണ്ടതിൻ വിശേഷശക്തി. അപ്പൊ അതുകൊണ്ടോ അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാമഖിലം പ്രമേയമാകും. അതുകൊണ്ട് വിശേഷശക്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് നാം ചെയ്യേണ്ടത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് കാര്യം ഈ പറച്ചിൽ സത്യത്തെ കണ്ടെത്താനുള്ള ഒരു പറച്ചിലാണ്. ആ തരത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തിനകത്ത് ബിരുദത്തിലും ബിരുദാനന്തര ബിരുദത്തിലും സംസ്കൃതം അറിവുള്ള അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടേണ്ട ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിദ്യാർത്ഥികൾക്ക് സമയം അന്യമെന്തെന്ന് മനസ്സിലാക്കി സമയയുടെ ശക്തിവിശേഷത്തിലൂടെ ബുദ്ധിവൈഭവമാർന്ന് കൂടുതൽ തെളിവാർന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ അത് അവരെ സഹായിക്കുമെന്ന കാര്യത്തിൽ നാരായണ ഗുരുവിന് സംശയമുണ്ടായിരുന്നില്ലല്ലോ. മലയാള ബിരുദാനന്തര ബിരുദത്തിലും വേണമെങ്കിൽ ഈ മഹാകാവ്യം പാഠപുസ്തകമാക്കാവുന്നതാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ. എന്തും പഠിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ലോകത്ത് ജീവിക്കാൻ അറിയാവുന്നവരാക്കി അവരെ മാറ്റുക. 2, ഒന്നിനു മുന്നിലും ബലക്ഷയം വന്ന് വീണു പോവാതിരിക്കുക. അപ്രകാരത്തിൽ നമ്മുടെ യുവാക്കളെ പ്രാപ്തരാക്കുവാൻ കഴിഞ്ഞാൽ സമൂഹത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ആത്മോപദേശ ശതകം
നമ്മളോട് സൂചിപ്പിക്കുന്നത് കൊണ്ട് ഈ അധ്യായം, ഇവിടെ വായിച്ച അധ്യായം യുവാക്കളുമായി ഒത്തിരുന്ന് വായിക്കുവാൻ സൗകര്യമുള്ള ആളുകൾ അപ്രകാരം ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ ഈ ഗണം ഓരോന്നും അഭ്യുദയകാംക്ഷികൾക്ക് മുമ്പിൽ സവിനയം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിച്ച് യാത്ര പറയുന്നു. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം.